ഹായ് ഫ്രണ്ട്സ്, റിങ്സ് ആൻഡ് റാജറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അനന്തകൃഷ്ണൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ്. നമ്മുടെ എല്ലാ വാഹനങ്ങളിലും വൈപ്പർ ബ്ലേഡുകളുണ്ട്. 3 വീലർ ആയിക്കോട്ടെ, 4 വീലർ, അതിന് മേളിലുള്ള വാഹനങ്ങളിലെ എല്ലാ വാഹനങ്ങളിലും വൈപ്പർ ബ്ലേഡുണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളം മഴ പെയ്യുന്ന സ്ഥലമാണ്. എപ്പം മേളിലും മഴ പെയ്യാം. ഈ മഴയുള്ള സമയത്ത് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ വൈപ്പർ ബ്ലേഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അങ്ങനെ ഡാമേജ് ആയിട്ടുള്ള വൈപ്പർ ബ്ലേഡ് റിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു മെക്കാനിക്കിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡീലർഷിപ്പിലോ സർവീസ് സെൻറ്ററിലോ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരതിനൊരു തുക ഈടാക്കുന്നുണ്ട്, വൈപ്പർ ബ്ലേഡ് റീപ്ലേസ് ലേബർ കൂടി ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈപ്പർ ബ്ലേഡ് നമുക്ക് തന്നെ റീപ്ലേസ് ചെയ്യാൻ സാധിച്ചെങ്കിലോ, ഇപ്പോൾ നമ്മളിലെ വണ്ടികൾക്ക്, പുതിയ വണ്ടികൾക്ക് ജെന്യൂൻ വൈപ്പർ ബ്ലേഡ് ഇടണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ എല്ലാ സൈസിലുള്ള വൈപ്പർ ബ്ലേഡ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് വൈപ്പർ ബ്ലേഡ് ഇളക്കിയെടുത്ത ശേഷം അതേ സൈസിലുള്ള വൈപ്പർ ബ്ലേഡ് മാർക്കറ്റിൽ പോയി മേടിച്ചാൽ മതി. ഇഷ്ടംപോലെ പാർട്സ് സ്റ്റോറുകളുണ്ട്, അവിടെ പോയി മേടിച്ചിട്ട് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് നമുക്ക് തന്നെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എൻ്റെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ വൈപ്പർ ആം. വൈപ്പർ ആം ഇങ്ങനെ മേലോട്ട് നമ്മൾ ഉയർത്തുക. ഇതാണ് നമ്മുടെ വൈപ്പർ ബ്ലേഡ് ലോക്കായി കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്ക്. ഈ ലോക്ക് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ വൈപ്പർ ബ്ലേഡ് റിമൂവ് ചെയ്യേണ്ടത്. ഒരു 99% വണ്ടികൾക്ക് ഇതായിരിക്കും സിസ്റ്റം. അപ്പോൾ നമ്മൾ കാണിച്ച ലോക്ക് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം കീഴോട്ട് വൈപ്പർ ബ്ലേഡ് അമർത്തുക. അപ്പോൾ ഇച്ചിരി ബലം പിടിക്കേണ്ട, പൊടിയൊക്കെ കയറി സ്റ്റക്കായിരിക്കും. കുറച്ച് നമ്മൾ പ്രസ് ചെയ്ത ശേഷം നമ്മൾ കീഴോട്ട് അമർത്തുക. ഇളക്കി അമർത്തിയാൽ മതി. വൈപ്പർ ബ്ലേഡ് ഊരി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ നോക്കാം, അടുത്ത വൈപ്പിലൂടെ എങ്ങനെ റിമൂവ് ചെയ്ത് നോക്കാം. ഇതാണ് ലോക്ക്. ആ ലോക്ക് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ച ശേഷം കീഴോട്ട് ഈസി ആയിട്ട് ഊരി പോന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് ഊരിയെടുക്കുക. നമുക്ക് പുതിയ ഇടുന്ന നോക്കാം. ഇടാൻ ഒരു പാടുമില്ല. അങ്ങനെ ഊരിയെടുത്ത പോലെ തന്നെ നേരെ മേലോട്ട് അത് ലോക്ക് വെച്ചിട്ട് നമ്മൾ നേരെ മേലോട്ട് പ്രസ് ചെയ്താൽ മതി. ആ ബെൻഡ് ഉണ്ട്, ആ ബെൻഡിനുള്ളിലേക്ക് ആ ആമിൻ്റെ ഉള്ള ഗ്യാപ്പ് നേരെ മേലോട്ട് പ്രസ് ചെയ്താൽ മതി. പ്രസ്സായി കഴിയുമ്പോൾ ഒരു ലോക്കാകുന്ന സൗണ്ട് കൂടെ കേൾക്കും, ടക്കെന്നും പറഞ്ഞ്. അപ്പോൾ കറക്റ്റായിട്ട് ലോക്ക് വരണം. ഇങ്ങനെയാണ് വൈപ്പുകളുടെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കറക്റ്റായിട്ട് ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഇനേബിൾ ചെയ്യുക.